പിന്മാറാൻ കഴിയാത്ത ഒന്നാണ് എന്ന വാദം ശരിയല്ല എന്നതാണ്. വേറൊരു പ്രശ്നം കേരളം അതീവ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അന്താരാഷ്ട്ര യോഗ ദിനാചരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ നേരിട്ട് സർക്കാർ വകുപ്പുകളുടെ യോഗം വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നടപടി, ഇത് ഭരണഘടനാ കീഴ്വഴക്കങ്ങളുടെയും ജനാധിപത്യ മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ്. ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഗവർണർ ഒരു സമാന്തര അധികാര സ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രമല്ല ഫെഡറൽ അധികാരങ്ങളുടെ ലംഘനവുമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ സർക്കാർ വകുപ്പ് മേധാവികളെ നേരിട്ട് വിളിച്ച് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത്? അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായി സംജാതമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊന്നും കണ്ടില്ല. നമ്മുടെ സർക്കാർ, പുതുതായി അധികാരത്തിൽ വന്ന സർക്കാർ, അതിനുശേഷം സംഘപരിവാർ വിധേയത്വം വല്ലാതെ കാണിക്കുന്നു എന്ന പൊതു ആക്ഷേപം നാട്ടിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കിട്ടിയ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനാണ് ഗവർണറും തയ്യാറാകുന്നത് എന്നാണ് തോന്നുന്നത്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ അന്തസ്സാണ് ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ഒരു പഴയ കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2024 മുൻ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെതിരായി അന്നത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാകുമല്ലോ. അന്ന് എഴുതിയ കത്തിൻ്റെ പകർപ്പും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആവശ്യമെങ്കിൽ അതും ലഭ്യമാവുകയും ചെയ്യും.